ചെറിയ പെരുന്നാളിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആത്മീയ ധന്യതയിൽ ഇഹ്തികാഫ് ആചരിച്ച് വിശ്വാസികൾ. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലേത് എന്നതുപോലെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലും നിരവധി ആളുകളാണ് ഇഹ്തികാഫിനായി എത്തുന്നത്. ആത്മാവും ശരീരവും ദൈവത്തിൽ സമർപ്പിച്ചുള്ള പ്രാർത്ഥന. ഒരു ദിവസമെങ്കിലും ഒരു നിമിഷമെങ്കിലും അതിനായി വിശ്വാസി സമയം ചെലവിടുന്നതിനെയാണ് ഇഹ്തികാഫ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റമദാനിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാജ്യത്തെ ആദ്യ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെത്തുന്ന നിരവധി ആളുകളാണ് ഇഹ്തികാഫിന്റെ ഭാഗമാകുന്നത്. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി ശരീരവും മനസ്സും പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ആത്മീയ അനുഭവമായി വിശ്വാസികൾ ഇഹ്തികാഫിനെ കാണുന്നു. ഈ സമയത്ത് ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കായി മാത്രമാണ് പള്ളിക്ക് പുറത്തേക്ക് ആളുകൾ പോവുക. ആത്മസംസ്കരണം, സ്വയം വിചാരണ, തൗബ, ഖുർആൻ പാരായണം, ദിക്കറുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം തുടങ്ങിയ വിവിധ ആരാധനകൾക്കുള്ള അവസരമായും ഈ സമയത്ത് ഇഹ്തികാഫ് മാറുന്നു. ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ചിന്തകളെയും കാതുകളെയും കണ്ണുകളെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഇബാദത്തിനാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. ഇഹ്തികാഫ് ആചരിക്കുന്നവർ സംസാരം ഒതുക്കുന്നതും ഏകാന്തതയിൽ കൂടുതൽ സമയം ചെലവിടുന്നതുമാണ് ഉചിതമെന്നാണ് മതപണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നത്. അനുഗ്രഹ മഴയായി വിശേഷിപ്പിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ പെയ്തിറങ്ങുന്ന റമദാനിനൊപ്പം ഓരോ ഇഹ്തികാഫും മനുഷ്യന്റെ പാപങ്ങൾ നീക്കി അവനെ അനുഗ്രഹീതനാക്കുമെന്നും വിശ്വാസികൾ പ്രത്യാശിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.